വെൽക്കം ഡെക്കോർഗാസിൽ. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരു ഇന്റീരിയർ ചെയ്യാൻ പോവാണ്. നമ്മൾ പുതിയ വീട് പണിത് ഒരു ഇന്റീരിയർ ചെയ്യുമ്പോൾ പലരും പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയും മെഷീൻ പ്രസ്സിങ് ചെയ്യാം, ചിലർ പറയും മാനുവൽ പ്രസ്സിങ് ചെയ്യാം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ കമ്പനിയിൽ മെഷീൻ പ്രസ്സിങ്, ഹൈഡ്രോളിക്കിൽ മെഷീൻ പ്രസ്സിങ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ പ്രസ്സിങ് ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് പ്രസ്സിങ് യൂണിറ്റ്. ഇത് കോൾഡ് പ്രസ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രസ്സിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതാണ് പ്ലൈവുഡ് വരുന്ന ഷീറ്റ്. ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. നമ്മളിതിനെ എയർ വെച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ ഗ്ലൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ കാര്യത്തിൽ SH ഗ്ലൂ കൊണ്ടുണ്ടാവും, അത് വൈറ്റ് കളറായിട്ടുള്ള പശ. അങ്ങനത്തെ ഒരു പശ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിൽ 50% വാം റെസിനാണ് ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ റെസിൻ കണ്ടന്റാണ് ഇതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നമ്മളിതിൽ 2 ടൈപ്പ് ഗ്രേഡുകളാണുള്ളത്. 2 അല്ല, പല ഗ്രേഡുകളുണ്ട്. നമ്മളിതിന് ഗ്രേഡ് വൈസിലാണ് ചെയ്യുക. ഇത് നോർമൽ നമ്മൾ SH എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ പണ്ട് ആശാരിമാരൊക്കെ നമ്മൾ ഒട്ടിക്കുന്ന ഒരു പശയുണ്ട്, വെള്ള പശ. അതിന് SH എന്നാണ് നമ്മൾ സാധാരണ പറയുക. നമ്മൾ ഇങ്ങനത്തെ മെഷീൻ പ്രസ്സിങ്ങിൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാറ്റഗറി ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് ചിലർ SH ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ഒട്ടിക്കോളും. പക്ഷെ അത് പൊളിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ മെഷീനിൽ പ്രസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഗ്രേഡ് വെച്ചിട്ടുണ്ട്. അതിന് D2, D3 അങ്ങനെ ഗ്രേഡുകൾ. നമ്മൾ ചെയ്യുന്നത് D3 ഗ്രേഡുള്ള ഗ്ലൂ ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ റെസിൻ കണ്ടന്റ് കൂടുതലാണ് ഇതിൽ വരും. ഇതിൽ ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മോയ്സ്ചറിൻ്റെ ഇഷ്യൂസ് വല്ലതും കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് ഈർപ്പം വരുമ്പോൾ പൊളിഞ്ഞു പോരാ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ചൂട് വരുമ്പോൾ പൊളിഞ്ഞു പോരാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇത് നമ്മൾ മെയിനായിട്ട് ആദ്യം വെർട്ടിക്കലി നമ്മൾ ഗ്ലൂ ചെയ്യും, അതിനുശേഷം ഹൊറിസോണ്ടൽ ഗ്ലൂ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഗ്ലൂ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ ഗ്ലൂ ഇടും നമ്മൾ. അപ്പോൾ ഇത് അധികം ഗ്ലൂ വരാൻ പാടില്ല, വളരെ തിന്നായിട്ട് മാത്രമേ ഗ്ലൂ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് അത് ഒട്ടുമ്പോൾ വളരെ പ്രസ്സായിട്ട് ഒട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക്കിൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എയർ ബബിൾസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ മാനുവൽ ഒട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റെക്സ് ആണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് ചെയ്യാൻ പറ്റില്ല, SH ചെയ്യാൻ പറ്റില്ല. ഇതിൽ SH ഒട്ടുന്നതിനായിട്ട് നമുക്കൊരു 5 to 6 hours നമുക്ക് മിനിമം വേണം ഈ വൈറ്റ് ഗ്ലൂ ഒട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് മാനുവൽ നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റില്ല. പണ്ട് കാലങ്ങളിൽ കുറേ പേര് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറേ 5-10 ഷീറ്റ് കയറ്റിയിട്ടൊക്കെയാണ് ഒട്ടിക്കുക. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല. ലേബർ വൈസ് നോക്കുമ്പോൾ നമുക്കത് മുതലാവില്ല. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഹൈഡ്രോളിക് പ്രസ്സുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ ഒരു ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൈക്ക ആഡ് ഓൺ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ പ്രസ്സിങ് യൂണിറ്റിലേക്ക് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലൊരു പിസ്റ്റൺ വരുന്നത് അടുത്ത നമുക്ക് ഭാഗത്തായിട്ട് ഇതിൽ കിടക്കാം. ഇനി നമുക്ക് ഈ മൈക്ക നമുക്ക് ഇതിലേക്ക് പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെച്ച് ഒന്ന് ജസ്റ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒന്ന് വെറുതെ അതിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഈക്വലായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൊത്തത്തിൽ ഒന്ന് മാനുവലി നമ്മൾ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കില്ല. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ പ്രസ്സിങ് യൂണിറ്റിലേക്ക് നമ്മൾ ഈ യൂണിറ്റ് വെച്ച് ഈ പ്ലൈവുഡ്, ഈ പശ വെച്ച് ഒട്ടിച്ചിട്ടുള്ള പ്ലൈവുഡ് നമ്മൾ ഇതിലേക്ക് വെക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൽ ലോഡ് ചെയ്യും. അത് കറക്റ്റ് പൊസിഷൻ ഉണ്ട്. ഇതിൻ്റെ 8x4 സൈസിലാണ് നമ്മൾ സാധാരണ നമ്മൾ പ്ലൈവുഡ് ഒട്ടിക്കാൻ സാധിക്കുള്ളൂ. കാരണം വെച്ചാൽ എല്ലാ 4 പിസ്റ്റണാണ് വരുന്നത്. അപ്പോൾ ഒരേ സൈസിലാണെങ്കിൽ മാത്രമാണ് നമുക്കിത് പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് 8x4 സൈസിലാണ് നമ്മൾ സാധാരണ നമ്മളിത് ഒട്ടിക്കാൻ നമ്മൾ സാധിക്കുള്ളൂ ഇതിന് ഹൈഡ്രോളിക് പ്രസ്സിൽ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു 8x4 ഷീറ്റ് നമ്മൾ ആഡ് ഓൺ ചെയ്യും. അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈഡ്രോളിക് പ്രസ് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ലോഡുകളൊക്കെ ഈക്വൽ ചെയ്ത് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആഡ് ഓൺ ഒരു ഷീറ്റ് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എല്ലാം പക്കയാണോ ലെവലിങ് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ആയതിനു ശേഷം നമ്മളിത് അതിന് താഴ്ത്തിക്ക് ഇറക്കും ഈ യൂണിറ്റിന്. ഇതിൽ നമുക്ക് 4 പിസ്റ്റണുകളാണ് ഉള്ളത്. ഒരു പിസ്റ്റൺ നമുക്ക് അതിൽ പ്രഷർ വരുന്നത് 25 ടണ്ണാണ്. ഹൈഡ്രോളിക് ആണ്. 25 ടണ്ണാണ് ഒരു ലോഡ് വരുന്നത്, ഒരു പ്രസ്സിങ്ങിൻ്റെ ലോഡിങ് വരുന്നത്. നമുക്ക് 4 പിസ്റ്റൺ വരുമ്പോൾ 100 ടണ്ണിൻ്റെ പ്രഷറാണ് നമുക്ക് ഇതിൽ കൊടുക്കുന്നത്.
അപ്പൊ നമുക്ക് ഈ ഹൈഡ്രോളിക് പ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2 ടൈപ്പ് പ്രസ്സിംഗ് ആണ് നമുക്കുള്ളത്. കോൾഡ് പ്രസ് ഉണ്ട്, ഒന്ന് ഹോട്ട് പ്രസ് ഉണ്ട്. ഹോട്ട് പ്രസ് എന്ന് പറയുന്നത് നമുക്ക് അത് ഇതിന്റെ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ട് വേഗത്തിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് നമുക്ക് സെറ്റിംഗ് ടൈം 5 hours ആണ് നോർമലി നമുക്ക് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് 1 hour നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് പ്രസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടേത് കോൾഡ് പ്രസ് ആണ്. ഈ ഹീറ്റ് പ്രസ്സിന് വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിവുഡും അതുപോലെ തന്നെ WPC ഒട്ടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം വെച്ചാൽ അത് ഹോട്ട് കൊടുത്താൽ അത് PVC ചെയ്തുകൊണ്ട് അത് ബെൻഡ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നോർമലി എല്ലാവരും കോൾഡ് പ്രസ് തന്നെയാണ് സാധാരണ യൂസ് ചെയ്യുക. കോൾഡ് പ്രസ് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം 5 to 6 hours നമുക്ക് ഇത് പ്രസ്സിങ്ങിൽ ഇടണം. അതിപ്പോൾ നമ്മൾ ഇപ്പം ഈ ചെയ്ത പ്രോസസ്സിങ് തന്നെ നമ്മൾ ചെയ്തു, ഇത് ഫുള്ളി ലോഡ് ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത ഒട്ടിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഗ്ലൂ ചെയ്യും. ഈ ലോഡ് അപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഗ്ലൂ ചെയ്ത് ഇതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് വീണ്ടും ലോഡ് ചെയ്യും, വീണ്ടും അത് പ്രസ് ചെയ്യും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു എയർ ബബിൾസോ കാര്യങ്ങളോ ഇതിൽ 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ SH ഗ്ലൂവിൽ ഒട്ടിച്ചാൽ ഇത് ഫുള്ളി ലെയറായിട്ട് നമുക്കിപ്പോൾ തണവുള്ള സമയങ്ങളായാലും ചൂടുള്ള സമയങ്ങളായാലും അത് പൊളിഞ്ഞു പോരുന്നില്ല എന്നുള്ള നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ മെഷീൻ പ്രസ്സിൽ ചെയ്യുമ്പോൾ അത് നമുക്ക് പൊളിഞ്ഞു പോരില്ല എന്ന് നമുക്ക് പറയാനായിട്ട് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നമുക്ക് മാനുവൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഹീറ്റെക്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഹീറ്റെക്സിന്റെ പ്രത്യേകത അത് വാട്ടർ റെസിസ്റ്റന്റ് അല്ല. അത് നമുക്ക് ഈർപ്പത്തിന്റെ എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പൊളിഞ്ഞു പോരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് ഒട്ടുന്നത് കൊണ്ട് തന്നെ അത് ചൂട് വരുമ്പോഴും നമുക്ക് അത് പൊളിഞ്ഞു പോരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ കോൾഡ് പ്രസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അത് 8x4 മാത്രമാണ് നമുക്ക് ഈ പ്രസ്സിംഗ് യൂണിറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ കോൾഡ് പ്രസ്സിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു പ്ലൈവുഡ് പീസാണ് ഇരിക്കുന്നത്. ഇതിന്റെ നോക്കിയാൽ അറിയാം, ഇതിലൊരു ചെറിയൊരു ഭാഗത്ത് പോലും ചെറിയ ഗ്യാപ്പുകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇത് ഫുള്ളായിട്ട് പ്രസ് ചെയ്തിരിക്കുക. അതായത് മൈക്കയുടെ പ്ലൈവുഡിന്റെ ലെയറുകൾ പോലെ തന്നെ അതിനോടൊപ്പം ലൈറ്റ് ചേർന്നുണ്ടാവും ഈ മൈക്കുകൾ. ഇതിപ്പോൾ നമ്മൾ ലൈനർ മൈക്കാണ് ഒട്ടിച്ചത്. അതുപോലെ തന്നെ കളർ മൈക്കുകളായാലും എങ്ങനെയായാലും നമുക്ക് ഇതേപോലെ തന്നെ ഇരിക്കണ്ട. ഒരു ചെറിയൊരു എയർ ഗ്യാപ്പ് പോലും ഇതിലുണ്ടാവില്ല. ഇത് നമ്മൾ പ്ലൈവുഡിൽ പ്രസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ പീസ് വരുന്നത് നമ്മൾ WPCയിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. WPCയിൽ കണ്ട ഇതിലൊരു ചെറിയൊരു എയർ ഗ്യാപ്പ് പോലും നമുക്ക് ഇതിലുണ്ടാവില്ല. നമ്മൾ മാനുവൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇത്ര വലിയ ഷീറ്റുകൾ നമുക്ക് മാനുവൽ ഒട്ടിച്ച് എങ്ങനെ പോയാലും എയർ കയറും. എയർ കയറുമ്പോഴാണ് ഇത് പൊളിഞ്ഞു പോരാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ പ്രസ്സിംഗ് യൂണിറ്റിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഇത് നമുക്ക് പൊളിഞ്ഞു പോരില്ല എന്നുള്ളത് പറയാനായിട്ട് നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കും. ഇതുപോലെ ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സബ്സ്ക്രിപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ ഇൻഡിവിജ്വൽ വിളിച്ചാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുക്കാം. നമ്മുടെ യൂണിറ്റ് വരുന്നത് ഒല്ലൂരാണ്. ഒല്ലൂർ പടവരാടാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. നമ്മുടെ എല്ലാം ഫുള്ളി ഓട്ടോമേഷൻ ആണ്. നമ്മൾ ഹൈഡ്രോളിക് പ്രസ്, അതുപോലെ തന്നെ പ്രസ്സിംഗ് യൂണിറ്റുകൾ, അജ്വാനി മെഷീൻ എല്ലാം നമ്മൾ ഓട്ടോമേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. വീട് പണി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം പേഴ്സണലി നമ്പർ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു.